നമസ്കാരം. ട്രംപിനോട് യാതൊരു പേടിയുമില്ലാതെ ന്യായമല്ലാത്ത കാര്യങ്ങൾ ചെയ്തപ്പോൾ വിരൽ ചൂണ്ടി നട്ടെല്ല് നിവർത്തി ചോദ്യം ചെയ്യാൻ ഇന്ത്യ കാണിച്ച ധൈര്യം ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ മുഴുവൻ ഇന്ത്യയുടെ പേര് ഉയർത്തിയിട്ടുണ്ട്. വെള്ളക്കാരുടെ കാൽച്ചുവട്ടിൽ ദയ കാത്തു കിടന്ന ഇന്ത്യക്കാരുടെ കാലമൊക്കെ കഴിഞ്ഞു. പുതിയ കാലത്തിൽ ഇന്ത്യയുടെ അത്രയും വേഗത്തിൽ വളർച്ച സാധ്യമാക്കുന്ന മറ്റു രാജ്യങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കൃഷി മാത്രം ഉപജീവനമാക്കി ജീവിച്ചിരുന്ന സാധാരണക്കാരന്റെ ഇന്ത്യ ഇന്ന് മറ്റേത് രാജ്യത്തോടും കിടപിടിക്കാൻ തരത്തിൽ വൻ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്ര അകലെ ഇരുന്നും ശത്രുവിന്റെ താവളം കത്തിച്ചു ചാമ്പലാക്കാൻ കഴിയുന്ന, ഇന്ത്യയെ ലക്ഷ്യം വെച്ച് വരുന്ന ഏതൊരു പ്രഹരവും ഭൂമി തൊടാതെ നിഷ്പ്രഭമാക്കി മാറ്റാൻ കഴിയുന്ന അത്യാധുനിക സംവിധാനങ്ങൾ ഇന്ത്യക്ക് ഇന്ന് സ്വന്തമായുണ്ട്. അതിൽ പലതും ഇന്ത്യയുടെ സ്വന്തം നിർമ്മിതിയാണ് എന്ന് കൂടിയിരിക്കെ ഇന്ത്യ പല രാജ്യങ്ങൾക്കും പേടി സ്വപ്നം കൂടി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായി സൗഹൃദം നിലനിർത്തി പോകാൻ തന്നെയാണ് എല്ലാ രാജ്യങ്ങൾക്കും താല്പര്യം. ട്രംപ് താരിഫ് കൂട്ടുന്നതിനനുസരിച്ച് റഷ്യ ഇന്ത്യക്ക് വാഗ്ദാനങ്ങൾ കൂട്ടുമ്പോൾ ചൈനയും ശത്രുത മാറ്റിവെച്ച് ഇന്ത്യയുടെ തോളോട് തോൾ ചേർന്ന് നിൽക്കുകയാണ്. അതിനു പുറമെ GCC രാജ്യങ്ങളൊക്കെയും ഇന്ത്യ അത്രയേറെ പ്രിയപ്പെട്ട രാജ്യമായി മാറിക്കഴിഞ്ഞു എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. സൗദി അറേബ്യ കോടിക്കണക്കിന് രൂപയുടെ കരാറിനാണ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം സന്ദേശങ്ങൾ കൈമാറുന്നത്. ട്രംപിന്റെ ഭീഷണിക്ക് ശേഷം ഇന്ത്യക്ക് ഇന്ത്യയുടെ വില തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലുള്ള പ്രതാപകാലമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇതാ ഇന്ത്യയുമായുള്ള വ്യാപാരം കൂടുതൽ ശക്തിപ്പെടുത്താൻ പോവുകയാണ് UAE. ഇതിന് സഹായിക്കുന്ന സുപ്രധാന തീരുമാനം റിസർവ് ബാങ്ക് എടുത്തു. ഓസ്ട്ര അക്കൗണ്ട് എടുക്കുന്നതിന് RBIയുടെ മുൻകൂർ അനുമതി വേണമെന്ന നിബന്ധന ഒഴിവാക്കി. ഇതോടെ ഇരു രാജ്യങ്ങളുടെയും വ്യാപാരത്തിന്റെ വേഗത ഇനി 10 മടങ്ങ് കൂടും. ഇന്ത്യയും UAEയും തമ്മിൽ പതിറ്റാണ്ടുകളായി വ്യാപാര ബന്ധമുണ്ട്. 2022 സമഗ്ര പങ്കാളിത്ത വ്യാപാര കരാർ ഒപ്പുവെച്ചതോടെ ഇരു രാജ്യങ്ങളും പരസ്പരം നികുതി ഇളവ് ചെയ്ത് വ്യാപാരം ശക്തമാക്കി. ഇപ്പോഴിതാ പണമിടപാട് വേഗത്തിലാക്കുന്ന തീരുമാനവും വന്നിരിക്കുന്നു. വൈകാതെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ക്രൂഡ് ഓയിൽ ഇതര വ്യാപാരം $10,000 കോടി കടക്കുമെന്നാണ് പ്രവചനം. വിദേശ ബാങ്കുകൾക്ക് ഇന്ത്യൻ ബാങ്കുകളിൽ രൂപയിൽ ഇടപാട് നടത്തുന്നതിന് തുറക്കുന്ന അക്കൗണ്ടാണ് ഓസ്ട്രോ അക്കൗണ്ട്. ഇരു രാജ്യങ്ങളിലെയും വ്യവസായികൾ വ്യാപാരം നടത്തുമ്പോൾ പണമിടപാട് ഈ ബാങ്കുകൾ വഴിയാക്കാം. സാധാരണ ഡോളർ, യൂറോ തുടങ്ങിയ കറൻസികളിലാണ് രാജ്യാന്തര ഇടപാടുകൾ നടക്കുക. എന്നാൽ ഓസ്ട്രോ അക്കൗണ്ട് വഴി രൂപയിൽ തന്നെ ഇടപാടുകൾ നടത്താൻ സാധിക്കും. ഡോളറും യൂറോയും ലഭ്യമാകാൻ തടസ്സം നേരിടുമ്പോൾ വ്യാപാര ഇടപാടുകൾ വൈകുന്ന സാഹചര്യവുമുണ്ട്. ഓസ്ട്രോ അക്കൗണ്ട് വഴിയുള്ള ഇടപാട് സാധ്യമാകുന്നതോടെ ഈ തടസ്സവും നീങ്ങും. UAEക്ക് ദിർഹവും ഇന്ത്യക്ക് രൂപയും വഴിയുള്ള ഇടപാടുകൾ ഇനി സാധ്യമാകും. 10,000 ഇന്ത്യൻ വ്യവസായികളുള്ള രാജ്യമാണ് UAE. അതുകൊണ്ട് തന്നെ RBIയുടെ പുതിയ തീരുമാനം ഇവർക്ക് നേട്ടമാകും. രൂപയിൽ തന്നെ ഇടപാടുകൾ നടക്കുന്നതോടെ രൂപയ്ക്ക് വേണ്ടിയുള്ള ആവശ്യവും കൂടി വരും. ഇത് ഇന്ത്യൻ രൂപയുടെ കരുത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഡോളറിനെയും യൂറോയെയും ആശ്രയിക്കുന്നത് കുറയുകയും ചെയ്യും. എത്ര സംഖ്യയുടെ ഇടപാടാണോ നടത്തേണ്ടത് അത്രയും മൂല്യമുള്ള രൂപ കൈമാറിയാൽ മതിയാകുമെന്നതാണ് ഓസ്ട്രോ അക്കൗണ്ടിന്റെ ഗുണം. ഓസ്ട്രോ അക്കൗണ്ട് തുറക്കണമെങ്കിൽ നേരത്തെ RBIയുടെ അനുമതി വേണമായിരുന്നു. ഇനി മുതൽ ഈ അനുമതി ലഭിക്കുന്നതിന് മുൻപ് തന്നെ അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കും. നടപടികൾ വേഗത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് RBIയുടെ തീരുമാനം. മാത്രമല്ല, രൂപയുടെ മൂല്യം പരിധി വിട്ടിടിയുന്ന സാഹചര്യം അടുത്തിടെ ഉണ്ടായിരുന്നു. ഡോളറിനെതിരെ 88 രൂപ എന്ന നിരക്കിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് രൂപയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പുതിയ തീരുമാനം. UAEയിലെ നിരവധി വ്യവസായ പ്രമുഖർ RBIയുടെ തീരുമാനം സ്വാഗതം ചെയ്തു. ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സിൽ 75,000-ലധികം ഇന്ത്യൻ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്കാർ വൻതോതിൽ പണം മുടക്കിയ രാജ്യം കൂടിയാണ് UAE. ഇടപാടുകൾ എളുപ്പമാകുന്നതോടെ കൂടുതൽ ഇന്ത്യൻ കമ്പനികൾ UAEയിലേക്ക് മാറിയേക്കും. കഴിഞ്ഞ വർഷം ഇന്ത്യയും UAEയും നടത്തിയ എണ്ണ ഇതര ഇടപാട് $6,500 കോടി ഇത് വൈകാതെ $10,000 കോടി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, UAE വഴി വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന നിരവധി ഇന്ത്യൻ കമ്പനികളുമുണ്ട്. അവർക്കും പുതിയ തീരുമാനം നേട്ടമാകും. ഇന്ത്യ തകരുകയല്ല, ഇന്ത്യ മറ്റു രാജ്യങ്ങളെക്കാൾ അതിവേഗത്തിൽ കുതിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച